ഭാര്യയുടെ കൂടെ അടിച്ചു പൊളിക്കേണ്ട ഈ നേരത്ത് കണ്ടില്ലേ കരോളിന് പോകുന്നവരെ വിളിച്ചു വരുത്തി ബാൻഡും കൂട്ടിക്കൊണ്ടിരിക്കുക. ഡൗട്ട് മാരേജ് ഡൗട്ടാ. പറയടാ കളക്ടർ കുട്ടാ, ഒരു ചെറിയ സഹായം പറഞ്ഞോടാ. അടുത്ത വീട്ടിലെ ഈ ശില്പങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്. അവരെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവരാ. അവർക്ക് ഗേറ്റിന്റെ താക്കോല് മാത്രമേ കൊടുത്തുള്ളൂ, റൂമിന്റെ താക്കോല് കൊടുത്തില്ല. അതിന്റെ താക്കോല് നിന്റെ ടേബിളിൽ ഇരിക്കുക. ആ അതെ, ഇവിടെ ഉണ്ട്. അതൊന്ന് കൊണ്ട് കൊടുക്കുവോ പ്ലീസ്? ലൂസ് ആണോട്ടോ നിനക്ക്? ഞാനത് ചുമ്മാ ഇരിക്കണം നീ വിചാരിച്ചേ? ഒരുപാട് ജോലിയില്ലേ? പട്ടാണി തിന്നുന്നൊക്കെ നിന്റെ ചേട്ടനൊരു ജോലിയാണെന്ന്. ഇതുപോലെ ലുട്ടിലുടുക്ക് പണിക്കല്ലേ VK പെരുങ്കുഴിയെ വീട്ടിൽ നിർത്തിയേക്കുന്നേ. വക്കീലിനെ വല്ലാതെ അങ്ങ് നാണം കെടുത്തി കളഞ്ഞല്ലേ. ഇപ്പൊ ഞങ്ങളുടെ ബന്ധം എന്താന്ന് നിങ്ങൾ നോക്കൂ. അതേടാ, നീ താക്കോൽ എടുത്തോണ്ട് അടുത്ത വീട്ടിൽ ചെന്ന് ഗോപികാദേവി എന്ന് വിളിക്കുമ്പോ നല്ല സുന്ദരിയായ ഒരു പെണ്ണിറങ്ങി വരും. അവിടെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് ഉടനെ നീ തിരിച്ചു പോരും. എടാ വിനായക, നീ എന്നോട് വെച്ചേക്കുന്ന സ്നേഹം. തന്നെ നാണം കെടുത്തെന്ന് കേട്ടിട്ട് എന്റെ തൊലിയാ ഉരിഞ്ഞു പോയത്. അല്ല, താൻ ആരും ആടേ? ഞാനോ? എടോന്നോ വലിയ ബിൽഡപ്പ് ആയിരുന്നല്ലോ. ഗോപികാദേവി എന്നുള്ള പേര് കേട്ടാ തന്നെ ചേട്ടന്റെ മനസ്സിളകുമെന്ന്. ആ പേര് കേട്ടപ്പോ തന്നെ ഫോൺ കട്ട് ചെയ്തു. തട്ടിയേക്കാം അല്ലേ? ഇയാൾ അങ്ങ് തട്ടിയേക്കാം. അതെ, ഇയാൾ ഒരു കളക്ടറാ. കക്കൂസിനകത്ത് കയറി തട്ടിക്കോ എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ. ചെറുപ്പം മുതൽ വിനായകത്തിനെ എനിക്ക് നല്ലവണ്ണം അറിയാം. ആ പഴയ സ്നേഹം അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ പാട്ടും കൂത്തും ഇപ്പൊ അവൻ നിർത്തും. പാട്ട് നിർത്തിയല്ലോ. ഇപ്പൊ ചന്തിക്ക് ചൂട് വെച്ച പോലെ ചാടി എഴുന്നേക്കുന്ന കണ്ടോ? ചേട്ടൻ എഴുന്നേറ്റല്ലോ. ഇനി കിഴക്കേ ഭാഗത്തേക്ക് 2 സ്റ്റെപ്പ് നടക്കുന്ന കണ്ടോണം. ശരിയാ, നടക്കുന്നുണ്ട്. ഇനി അവൻ ഫോൺ എടുക്കുന്ന കണ്ടോണം. ശരിയാണല്ലോ. പറയടാ വിനായക, എന്താ? ഒന്നുമില്ല കളക്ടറെ. ഏത് പേരാ പറഞ്ഞേ? വിനായക. എന്റെ പേരല്ലടാ, ഏതോ പെണ്ണിന്റെ പേര് പറഞ്ഞില്ലേ? ഗോപികാദേവി. ഗോപികാദേവി. താക്കോല് ഞാൻ തന്നെ കൊണ്ടു കൊടുത്തോളാം. വേണ്ടടാ, നീ ഒരുപാട് കഷ്ടപ്പെടണ്ട. നിനക്ക് വേണ്ടി ഇതുപോലും ചെയ്തില്ലെങ്കിൽ എങ്ങനെ കളക്ടറെ? ശരി, നീ തന്നെ കൊണ്ടു കൊടുക്കു പോ. പ്ലാൻ ഒന്ന്. ചേട്ടൻ ആദ്യമായിട്ടാ കണ്ണാടി നോക്കുന്നത്. അപ്പൊ ഇത്രയും ദിവസം വെട്ടുകല്ല് നോക്കിയാണോടാ ഷേവ് ചെയ്തോണ്ടിരുന്നത്? കളക്ടർ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യ്, വേഗം ലഗേജ് എല്ലാം എടുക്കും, അകത്തേക്ക് പോകാം. ചേട്ടൻ രാത്രി എവിടേക്ക് പോവാ? അടുത്ത വീട്ടിൽ താക്കോൽ കൊടുക്കാൻ എന്നോട് പറഞ്ഞു. കൊടുത്തിട്ട് വരാം. ചേട്ടൻ ചെയ്യുന്ന എന്താ? ഞാൻ കൊടുക്കാലോ. അവസാനം വരെ നീയൊന്നും ചേട്ടത്തിന്റെ കയ്യിൽ നിന്ന് കഞ്ഞിവെള്ളം കുടിക്കില്ല. ഈ പന്നി തെരഞ്ഞേ കുടിക്കാൻ പറ്റൂ. ചുമ്മാ ഇരിക്കടാ. നീ അടുക്കളയിലേക്ക് ഒന്ന് ചെല്ല്, ഞാനിപ്പോ വരാം. വേഗം വാടാ, നമുക്ക് ചേട്ടന്റെ ലവ് എൻട്രി ഒന്ന് കാണാം. ഗോപികാദേവി, ഇത് പ്ലാൻ 2. ഗോപികാദേവി? അതെ, ഞാൻ തന്നെയാ. പറഞ്ഞോളൂ. കളക്ടർ ഈ താക്കോൽ കൊടുക്കാൻ പറഞ്ഞു. ഓ, താങ്ക്സ്. എന്താ പ്രാണി വല്ല അകത്ത് പോയോ? സന്തോഷം. സന്തോഷാർന്നെങ്കിൽ പറഞ്ഞാ പോരെ. ബ്രോക്കർ പണി ചെയ്തതിന് ഇത്രയും സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് നിന്നേ. വേറെ ഏതെങ്കിലും വിളിപ്പേരുണ്ടോ? കോപ്പു. തള്ളി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാ, പക്ഷേ ഇപ്പൊ താനെ സ്റ്റാർട്ടാവുന്ന തോന്നുന്നേ. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ. നമസ്കാരം.
പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം പച്ചക്കറി മൊത്ത വ്യാപാര വില നിലവാരം കൂടാതെ അതിനോട് ചേർന്ന് ലോറി കോൺട്രാക്ടർ ടെൻഡറും ഇന്നേ ദിവസം പൊതുലേലത്തിന് വെച്ചിരിക്കുന്നു. ടെൻഡറിന്റെ അവസാന തീയതി ഇന്നായതുകൊണ്ട് ടെൻഡർ കൊടുക്കേണ്ടവർ ഇപ്പോൾ തന്നെ കൊടുക്കേണ്ടതാണ്. എല്ലാവരും കൊടുത്തോ? തഹസിൽദാർ പറഞ്ഞത് കേട്ടില്ലേ? കുറെ വർഷങ്ങളായി വീണ്ടും വീണ്ടും ഞാൻ തന്നെയല്ലേ ഈ പദവിയിലുള്ളത്. നിങ്ങൾ ധൈര്യമായി കൊടുക്ക്. ഇങ്ങനെ കുനിഞ്ഞിരുന്നാ എന്റെ ഭാര്യ പോലും എന്നെ വില്ലനായിട്ടേ കാണൂ. ആ കവർ പൊട്ടിച്ച് വായിക്കാൻ നോക്ക്. ഈ വർഷവും ഞാൻ തന്നെയാ. സാറേ, വേറൊരു ടെൻഡർ കൂടെ വന്നിട്ടുണ്ട്. നീയോ? എന്താ മോനെ, പദവിയിലിരിക്കാൻ ആഗ്രഹം തോന്നിയോ? ആഗ്രഹം കൊണ്ട് വന്നതല്ല, ദേഷ്യം കൊണ്ട് വന്നതാ. ഇവിടെ സർക്കാരിനെ പറ്റിച്ചു, മിണ്ടാതിരുന്നു. ഒരു ചാൺ വയറിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട കർഷകരുടെ വയറ്റത്തടിച്ചു. എല്ലാത്തിനും ഒരു അതിരുണ്ട്. വിത്ത് വിതച്ചവൻ അത് കൊയ്യുകയും ചെയ്യും. ഫോൺ കയ്യിൽ വെച്ചിട്ടുണ്ടോ? ഉണ്ട്. സിഗ്നൽ ഉണ്ടോ? കാണും. ശരി. പറയട കൊച്ചനെ. ചേട്ടാ, രാവിലെ ഇവിടുന്ന് പോയ നമ്മുടെ 30 ലോറി കാണാനില്ല. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. നിങ്ങളുടെ കയ്യിൽ സെൽഫോൺ ഉണ്ടോ? ഉണ്ട്. സിഗ്നൽ ഉണ്ടോ? ഉണ്ട് മോനെ. ശരി. ഹലോ. വിനായകന്റെ അനിയന്മാരെ എന്നെ കൊല്ലാൻ പോന്നു. അച്ഛാ, എന്നെ രക്ഷിക്കച്ചാ, ഇല്ല ഇവന്മാരെല്ലാം എന്നെ കൊല്ലും. നിങ്ങൾ 30 ലോറിയാ പൊക്കിയത്. ഞാൻ നിങ്ങളുടെ ഒറ്റ കാറേ പൊക്കിയുള്ളൂ. അകത്തേക്ക് നോക്കിയപ്പോൾ ഒന്നിനും കൊള്ളാത്ത മകനെ കണ്ടു. എത്ര എണ്ണം പൊക്കിയെന്നുള്ളതല്ല പ്രധാനം, എന്ത് പൊക്കിയെന്നുള്ളതാണ് പ്രധാനം. പറഞ്ഞത് മനസ്സിലായല്ലോ? നെട്ടൂരാനേക്കാൾ വിനായകൻ അധികം തുക കിട്ടിയതിനാൽ വിനായകൻ ട്രാൻസ്പോർട്ട് ഉടമസ്ഥൻ വിനായകന് ടെൻഡർ ഉറപ്പിച്ചിരിക്കുന്നു. വിനായക, ചാണക്കി വെച്ച് വെള്ളത്തി മുക്കിയ കത്തി പോലെ അങ്ങ് തണുത്തുറഞ്ഞല്ലോ. ഏത് ജാതിയാടാ നീ? നിനക്ക് ജാതിയല്ലേ അറിയേണ്ടത്, ഞാൻ പറയാം. ഹിന്ദു എന്ന് വിചാരിച്ച ഹിന്ദു, ക്രിസ്ത്യൻ എന്ന് വിചാരിച്ച ക്രിസ്ത്യൻ, മുസ്ലിം എന്ന് വിചാരിച്ച മുസ്ലിം, സിഖ് എന്ന് വിചാരിച്ച സിഖ്, ദളിത് എന്ന് വിചാരിച്ചാൽ ദളിത്. നീ എന്ത് ജാതി എന്ന് വിചാരിക്കുന്നുവോ ആ ജാതിയാണ് ഞാൻ. രക്തത്തിൽ നീ ജാതി നോക്കരുത്. എല്ലാം കൊണ്ട് ഞാൻ അധ്വാനിക്കുന്ന ജാതിയാടാ. ഒരു വിധത്തിൽ നിങ്ങളുടെ ഭാവി ചേട്ടത്തിനെ അടുത്തുള്ള വീട്ടിൽ കൊണ്ടേ ആക്കി. എടോ, അത് ചെയ്ത കളക്ടറല്ലേ, താനൊന്നും ചെയ്തില്ലല്ലോ. ഈ പെരുങ്കുഴിയുടെ കളി ഇനി എല്ലാരും ഇപ്പൊ കാണാൻ പോകുന്നേ ഉള്ളൂ. പറയടാ പെരുങ്കുഴി. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഗോപിക ദേവി ഇല്ലേ, അമ്പലത്തിൽ 4 പൂവാലന്മാർ അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വേഗം പോയി എന്തെങ്കിലും ചെയ്യ് ചേട്ടാ. ഞാൻ നോക്കാം. എന്ത് പ്ലാനാ ഇത്? ഞാൻ എപ്പോഴേ 4 റൗഡികളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ റൗഡി ഗോയിങ്, ചേട്ടൻ കമ്മിങ്. ചേട്ടൻ ചുമ്മാതെ അടി കൊടുക്കുന്ന ആളല്ലേ, അപ്പൊ ചേട്ടത്തെ ശല്യപ്പെടുത്തിയാൽ നെഞ്ചിന്റെ വാരയിൽ ഒടിക്കും. ഈ സീനെല്ലാം കഴിയുമ്പോൾ കാനന ചായയിലാടുമയ്ക്കാൻ, അതിനുശേഷം ഒരു ഡ്യൂവറ്റ് ആണ് മോനെ. വളരെ പഴക്കമുള്ള ഐഡിയ. ഇന്നലെ രാത്രി ഞാൻ കുറെ സിനിമകൾ കണ്ടായിരുന്നു. എല്ലാ സിനിമയിലും ഈ സീനുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ സീൻ വർക്കൗട്ട് ആകും. ഇത് ഒരിക്കലും നടക്കുന്ന ഇത് കാര്യമല്ല. ആ ഗോപിക ദേവിയുടെ ഗ്രൂപ്പില് പൊടി തൂക്കാൻ നിൽക്കുന്ന പെണ്ണല്ലേ? ഇവൾക്കെന്താ ഇവിടെ കാര്യം? അതല്ലടാ. അയ്യോ, എന്താ ഞാൻ പറയുന്നത്? ആദ്യം ചേട്ടന്റെ കല്യാണം നടക്കണം. നമ്മുടെ കല്യാണം എന്താണ് ഇവിടെ നടക്കുന്നേ? ഒന്നുമില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്. പുക ഊതുന്ന വായും
PP ഊതുന്ന വായും തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയില്ലേ? എപ്പോഴാടാ നീ ഈ സിം ആക്ടിവേറ്റ് ചെയ്തേ? ഞാൻ പറയാം. ഇവരുടെ ചേട്ടൻ വീടിന്റെ താക്കോൽ മാത്രമാണ് തന്നത്. പക്ഷെ ഇവൻ ഗ്യാസ് കണക്ഷൻ തന്നു, കേബിൾ കണക്ഷൻ തന്നു, പിന്നെ വാട്ടർ കണക്ഷൻ തന്നു. ഇങ്ങനെയുള്ള ഊശാന്താടിയും വെച്ച് നീ എപ്പോഴാടാ ഈ സിമ്മിൽ 2Gയും 3Gയും ആക്ടിവേറ്റ് ചെയ്ത്? എടാ നിന്റെ ഈ ഒടുക്കത്തെ റേഞ്ച് വല്ലപ്പോഴും ഒന്ന് കട്ട് ചെയ്യടാ. എന്തുകൊണ്ട് വർക്കൗട്ട് ആവില്ല? ആക്ച്വലി ഗോപിക ദേവിക്ക് ഈ വഴക്കൊന്നും ഇഷ്ടമല്ല. അവളൊരു പൂവിനെ പോലെയാ. ഒരു ചെറിയ ശബ്ദം കേട്ടാൽ മതി പേടിക്കാൻ. ഈ വഴക്കെല്ലാം കണ്ട നിങ്ങളുടെ ചേട്ടന്റെ മുഖത്ത് പോലും നോക്കില്ല അവൾ. അയ്യോ ചേട്ടാ, അയ്യോ ചേട്ടാ നിക്ക്. എടാ റൗഡീസ്, എടാ തന്ന 10,000 രൂപയ്ക്ക് ചപ്പാത്തി മാവ് മേടിച്ച് വീട്ടിലേക്ക് പോടാ. എന്താടാ നിന്റെയൊക്കെ സംസ്ഥാന സമ്മേളനം നടക്കുവാണ് ഇവിടെ. കഴിക്കാൻ സമയമാകുമ്പോ ഞാൻ വിളിക്കാം. ഫൈറ്റ് ക്യാൻസൽ, വാപ്പസ് ജാവോ. പൈസ ദേ ദിയാ ഹം ജറൂർ മാറേംഗാ. ഹലോ എടാ ബെയിലെ, ആ ഗൂർഖകളെ തടഞ്ഞോ? എടാ ഈ നേപ്പാളികളല്ല എരപ്പാളികളാടാ. വാങ്ങിയ കാശിന് അടിക്കാതെ പോകില്ലെന്ന്. ഇവൻ എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ താൻ ഫോൺ അങ്ങോട്ട് കൊടുത്തേ. ഒരു മിനിറ്റ് നിക്ക്. ഇതാ സംസാരിക്കടാ. അച്ഛാ സാബ്, ഓക്കെ സാബ്, ടീക്ക് ഹൈ സാബ്. ഞാൻ തന്നെ ഒരു വലിയ വക്കീലാ. ഞാൻ പറഞ്ഞ അനുസരിക്കാത്തവര് നീ പറയുമ്പോൾ എങ്ങനെയാണ് അനുസരിച്ചത്? ടീക്കെന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇവന്മാര് കോലുകളി നടത്താൻ പോവാടാ. മനസ്സിലായി. സാരല്ല, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ സൂക്ഷിക്കണം. ആ റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. കൊള്ളാലോ. But I'm so sorry. ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊള്ളാലോ. ഇത് റെഡ് അല്ല കൊച്ചേ, എന്റെ ബ്ലഡാ. ചേട്ടത്തിയുടെ മനസ്സിൽ ചേട്ടൻ കേറി പറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ചേട്ടത്തിയുടെ വീട്ടിൽ നമ്മളെല്ലാവരും കേറി കൂടണം. അതിന് ദൈവം തന്നെ വഴി കാണിച്ചു തരണം. ദൈവം വന്ന് വഴി കാണിച്ച്. എടാ ദൈവം വഴി കാണിച്ചടാ. കണ്ടില്ലേ ഐശ്വര്യത്തിന്റെ പോക? നിന്റെ ചേട്ടന് വളച്ചു കൊടുക്കുന്നതിന് മുൻപ് ഇവൻ ഞോണ്ടി ഞോണ്ടി ഡ്യൂവൽസും ആക്കുന്നാ തോന്നുന്നേ. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുവാ? നിങ്ങൾ ആരാ? എന്താ വേണ്ടേ? നമസ്കാരം. നമസ്കാരം. പറയൂ. ചോദിക്കുന്ന കേട്ടില്ലേ? വീണ്ടും പറയാൻ നമസ്കാരം. നിങ്ങൾ ആരാന്നാ ചോദിച്ചേ? ഞങ്ങൾ അടുത്ത വീട്ടിലുള്ളവരാ. അതിന് നീ ജയനൊന്നും ആകണ്ട. ഇതെന്താ ശരപഞ്ചരമോ? ഓടാ ഓടാ. ഞങ്ങള് വിനായകന്റെ അനിയന്മാരാ. ഈ പ്രതിമ ഒന്ന് മിനുക്ക് പണി ചെയ്യും. നോ, ഇതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. ക്ഷേത്രശില്പങ്ങളെ ചെയ്യാറുള്ളൂ. ഇതൊന്നും പറ്റില്ല. വേറെ ആരെങ്കിലും നോക്കൂ. പഴയ സാധനങ്ങൾക്ക് പൊടി തൂക്കുന്ന ഇവൾക്ക് ഇത്രയും ജാടി പോകാനല്ലേ പറഞ്ഞു? ചൂടാവരുത്. ക്ഷേത്രാണെങ്കിലും വീടാണെങ്കിലും ശില്പം ശില്പവും ദൈവവും ദൈവവും അല്ലേ. ഞാൻ എനിക്ക് തരാം. രക്ഷപ്പെട്ടു. നിങ്ങൾ അകത്തേക്ക് വാ. ഇപ്പൊ സമയം 6 അയ്യോ, ഇതെങ്ങനെ വാച്ച് പോലും നോക്കാതെ ആകാശം നോക്കി സമയം പറയുന്നത്? അവൻ ആകാശത്ത് നോക്കിയല്ല പറഞ്ഞത്, ഞങ്ങളുടെ ചേട്ടനെ കണ്ട് പറഞ്ഞതാ. ചേട്ടനോ? രാത്രി എന്ത് പണ്ടാരാടാ നീ എനിക്ക് ഒഴിച്ചു തന്നെ. എന്ത് ചെയ്തിട്ട് ഈ മത്ത ഇറങ്ങുന്നില്ലല്ലോടാ. തല നിവർത്തിയിരുന്നേ. സൂര്യൻ നേരെ ഉച്ചയിലടിച്ചാ ഇന്നലത്തെ കെട്ടങ്ങ് മാറും. അവിടെ എന്താ ചെയ്യുന്നേ? ധ്യാനത്തിൽ മുഴുകിയിരിക്കുക. ചുമ്മാ 6 ചക്രവും ഒരു നിലയിലാക്കി ചേട്ടന്റെ ഒരു വരവുണ്ട് ഇങ്ങോട്ട്. 7 ചക്രം അല്ലേ? 6 ചക്രം എന്ന് പറയുന്നു. ഒരു ചക്രം പഞ്ചറൊട്ടിക്കാൻ കൊടുത്തിരിക്കുക. എത്ര നേരം ഇരുന്ന് ചെയ്യും? രാത്രി എത്ര റൗണ്ട് പോകുന്നോ അത്ര നേരം വരെ ചെയ്യും. മനസ്സിലായില്ല. റൗണ്ടോ? അതല്ലെന്നേ, ഈ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെക്കൂലേ, അതാണ് ഇയാൾ ഉദ്ദേശിച്ചത്. രാത്രി എത്ര റൗണ്ടാടാ പോയത്? 9. അപ്പൊ എന്തായാലും 9 മണിയാകും. നൈസ് ക്വാളിറ്റി. അയ്യോ, ശബ്ദം ഉണ്ടാക്കാതെ. എന്താ? ധ്യാനം ചെയ്യുന്ന ആളെ ശല്യപ്പെടുത്തരുത്. എടാ വാടാ പോകാം. വർക്കൗട്ട് ആകുന്നുണ്ട്.
ഇവിടെന്താ ചെയ്യുന്നേ? ശില്പം റെഡിയായോ നോക്കാൻ വേണ്ടിയാ ഞങ്ങള് വന്നത്. ശില്പം തന്നിട്ട് 4 മണിക്കൂറല്ലേ ആയുള്ളൂ. എന്താ നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? എന്തിനാ ഇവിടെ വന്ന് ശല്യം ചെയ്യുന്നേ? മാഡം, വൈകുന്നേരം 6 മണിക്ക് റോഡിലേക്കൊന്ന് വരാമോ? എന്തിനാ? ലോറി ഒന്ന് തൂത്തു തുടയ്ക്കാനാ. സമയം 12 ആയല്ലോ. ഇപ്പോഴും വാച്ച് നോക്കാതെ സമയം പറയുന്നല്ലോ, എങ്ങനാ? ഞങ്ങളുടെ ചേട്ടൻ ബേർഡ്സുമായിട്ട് സംസാരിക്കുന്ന സമയമാ. ഷാർപ്പ് 12 o'clock. ദാ അങ്ങോട്ട് നോക്ക്. എടാ, ഇവനൊരു 3 കിലോ ചിലപ്പോ കാണും. കാണും. പിന്നെ ഇതിന്ന് കുറച്ച് വറക്കാനും ബാക്കിയുള്ളത് ചാറും വെക്കും. കോഴിയോട് എന്താണാവോ പറയുന്നത്? The bird, the world is bad. ഈ ലോകമെല്ലാം പാപികളാൽ നിറഞ്ഞിരിക്കുന്നു. സൂക്ഷിച്ചു പറക്കണമെന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇൻഫാക്ട് പുറം നാട്ടിൽ നിന്ന് പറന്നു വരുന്ന പക്ഷികൾ പോലും പാലക്കാട് പോകണമെങ്കിൽ ചേട്ടനോടാണ് അഡ്രസ് ചോദിക്കുന്നത്. ഇത്രയും ഇഷ്ടം തോന്നാനുള്ള കാരണം ടേസ്റ്റാ. ടേസ്റ്റോ? Our brother likes birds very much. എക്സലന്റ്. ഇതിന് വേണ്ടടാ, ശരി ചേട്ടാ. തൂക്കം പോരാ. അതിനിങ്ങനെ ആ ഇവൻ ബിരിയാണിക്ക് കൊള്ളാം. ആയിക്കോട്ടെ. എന്താ ഒരാടിനെ താഴെ നിർത്തിയിട്ട് വേറൊരെണ്ണത്തിന് എടുക്കുന്നത്? ഒരു ആടിനെ പൊക്കിയിട്ട് വേറൊരു ആടിനെ പൊക്കിയില്ലെങ്കിൽ ആ ആടിന് വിഷമമാകില്ലേ മാഡം? നിങ്ങൾ എക്സലന്റ് പറയാൻ മറന്നുപോയി. എക്സലന്റ്. മന്ദബുദ്ധിയാണോ? ചേട്ടന്റെ കോഴിയാ. പിന്നെ എന്താ ബീരാന്റെ കോഴി എന്നാണോ പറഞ്ഞത്? ഒന്ന് ചുമ്മാ ഇരിക്കടാ. അതെ, ഒന്നിങ്ങോട്ട് വരുമോ? നിങ്ങളോടാ പറഞ്ഞേ എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞതെന്ന്. നീ ഇങ്ങനെ പറഞ്ഞാ കേൾക്കാതിരുന്നാൽ എങ്ങനാ? ബാഡ് ബേർഡ്. ഇത് നിന്റെ ലാസ്റ്റ് വാർണിംഗാ. നിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ കൈ തന്നെ കൊടുത്തേക്കാം. അയ്യോ, നിനക്ക് നല്ലത് പറഞ്ഞാ അതിഷ്ടപ്പെട്ടില്ല അല്ലേ? ഇത് അവസാനത്തെ താക്കിയതാ. ഞാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരിക്കലും ഈ മതിൽ ചാടില്ല. ഇനി നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന എന്തും കേൾക്കും. അനുസരിച്ചോളും. സൂക്ഷിച്ചേ. എന്താ ചേട്ടാ ചേട്ടന്റെ മുഖത്തൊരു വല്ലായ്മ? വേറൊന്നുമല്ല, ആ പെങ്കൊച്ചിനെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ കോഴിയോടൊക്കെ വർത്താനം പറയുന്നല്ലോ. വല്ല പ്രാന്തും കാണും. കഷ്ടം. നമ്മുടെ ഓപ്പറേഷൻ പ്രകാരം ചേട്ടത്തിന്റെ മനസ്സിൽ ചേട്ടൻ സ്ട്രോങ് ആയി ഇരിപ്പുണ്ട്. എന്നാൽ ചേട്ടന്റെ മനസ്സിൽ ചേട്ടത്തി ലൂസ് കേസ് ആയല്ലോടാ. വക്കീൽ, അത് എന്താടാ പറയുന്നേ? എന്തെങ്കിലുമൊക്കെ ചെയ്യാം.